ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് നേരത്തെ ഒന്നുമല്ല, കുറച്ച് നന്നായി ഉറങ്ങിയതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്ന് പറയുന്ന മുമ്പ് നമുക്ക് അകത്തോട്ട് പോകാൻ ഇവിടെ ഭയങ്കര ശബ്ദമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ആണ് കഴിക്കുന്നത്. ഞാനിപ്പം എക്സാമൊക്കെ ആയതിനു ശേഷം രാവിലെ അധികം ഓട്സ് തന്നെയാണ് കഴിക്കാറ്. ഇന്നും അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എക്സാമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പഠിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എനിക്ക് ഓട്സ് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ എനിക്കിത് കഴിച്ചാൽ കുറെ നേരത്തെ ഇങ്ങനെ അപ്പൊക്കെ കഴിച്ച് എനിക്ക് എക്സാം ഹാളിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ വിശക്കും. പിന്നെ ഇത് കഴിച്ചാൽ അങ്ങനെ വിശപ്പൊന്നും ഉണ്ടാകാറില്ല, എന്താ അറിയില്ല. സോ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫൈനലി ഐ എം ഫ്രീ ഗൈസ്. ഡു യു നോ വൈ? എക്സാം ഒക്കെ കഴിഞ്ഞു, അത് തന്നെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ നേരത്തെ കഴിച്ചു, ഞാനിപ്പോ കഴിക്കുകയാണ്. ഇനി ഞാൻ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറയാം. എക്സാം കഴിഞ്ഞതിന് ഇതാണ്, വെക്കേഷൻ ആണ്. എല്ലാവരും നല്ല എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കില്ല. 10 days നമുക്ക് വെക്കേഷൻ കിട്ടാൻ പോവാണ്. ഞാനും അതിലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. അപ്പം പറഞ്ഞൊരു എക്സാമിനെ കുറിച്ചാണെങ്കിൽ, എക്സാം കുഴപ്പമില്ലായിരുന്നു. പിന്നെ മാത്സിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്, അതിൽ വന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ ബാക്കിയുള്ള എക്സാംസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നെന്ന് വെച്ചാൽ, എക്സാമിൽ തന്നെ എനിക്ക് 2 എക്സാം നടന്നിട്ടില്ല, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ആ എക്സാം എന്താ പറയാ, വെക്കേഷൻ കഴിഞ്ഞ് തുറക്കുന്ന ആ ദിവസം തന്നെ 2 നടത്തുന്നതാണ് പറയുന്നത്. ഒരു ദിവസം ഒന്നും മറ്റേ ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ. അതുകൊണ്ടൊരു വലിയ സന്തോഷമില്ല. കാരണം വെക്കേഷന്റെ അവസാനം ആകുമ്പോഴേക്ക് വീണ്ടും പഠിക്കേണ്ടി വരും ആ 2 കാര്യങ്ങള്. പിന്നെ വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് ആണിത്. അപ്പം വെക്കേഷനിൽ ഇപ്പൊ പ്രത്യേകിച്ച് എന്താ, എക്സാം ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്ന കാര്യം ഫുൾ പഠിത്തം ഉണ്ടായാലേ, വെക്കേഷൻ ആകുമ്പോൾ ഫുൾ ഫോൺ നോക്കില്ല, അതാണ് വ്യത്യാസം. പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട്, പിന്നെ കുറച്ച് ഇവിടെയൊക്കെ എക്സാം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വീട്ടില് നമ്മുടെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ അങ്ങനത്തെ ഒന്നും പറ്റില്ല. അപ്പൊ അതൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഞാൻ ടാബ്ലറ്റ് ക്ലീൻ ചെയ്ത് സാധനമൊക്കെ ഒതുക്കി വെക്കുകയാണ്. എന്ന് വെച്ചാൽ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് കുറെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ തടച്ചിട്ട് എന്റെ സാധനത്ത് വെക്കാൻ ഇത് ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്റെ സ്കൂൾ ഡയറിയാണ്. ഇതാണ് നമ്മുടെ സ്കൂള്. അത് നമുക്ക് ഇവിടെ വെക്കാം. ബാഗിൽ ഒരു സ്ഥലത്ത് നമുക്ക് വെക്കണം. അതിന്റെ ബോക്സ് ഇതൊക്കെ ഇവിടെ വെക്കണം. ഇപ്പൊ ആ ബോക്സ് ഒക്കെ മാറ്റിക്കും. ഇനി അതിലോട്ട് കളിക്കാൻ പോകുകയാണ്. എടുത്ത ശേഷം ഇത് ഫുൾ കളിയാണ്. ഫ്രണ്ട് എന്റെ ആഫിയ തന്നാണ്. ആഫിയും പിന്നെ ഫാത്തിമയും. ഞാനും ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്റ്റിക്കറൊക്കെ ആയിട്ട്. ഇവിടെ സ്റ്റാർ അടയ്ക്ക. എനിക്ക് ഇവളാണ് ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 2 പേരും ഇഷ്ടപ്പെട്ടു. കാണാൻ ഇവിടെ ഇറങ്ങി. ബോക്സ് ആണ്, നോക്കട്ടെ. ഞാനിപ്പോ എന്റെ റൂമിലുള്ള പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, എക്സാമിന് കഴിഞ്ഞ പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ തട്ടിട്ട് ഒന്ന് അടിച്ചു വാരിയതാണ്. റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിന്റെ മുകളിലൊക്കെ കുറെ ബുക്സും പിന്നെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ എടുത്ത് തുടച്ചു ഇവിടേക്ക് ഒന്ന്. കാരണം കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ വെക്കേഷൻ അയച്ച് ഡയറക്റ്റ് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് പോകാണ്ട് അത് നിങ്ങളുടെ കുറച്ച് ഹൈജീൻ, ക്ലീനിങ്, അങ്ങനത്തെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കുക. ഹെൽത്ത് വേണം കേട്ടോ.
എന്നിട്ട് നമുക്ക് ബാക്കി കളിയൊക്കെ നോക്കാം. കാരണം വെക്കേഷൻ പറഞ്ഞാൽ ഫുൾ ഫോൺ നോക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. എനിക്ക് എന്നോടത് പറയാനുണ്ട്. ഞാൻ ഒരുപാട് നോക്കത്തൊന്നുമില്ല. ഇപ്പൊ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞൊരു സ്ട്രെസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ മുഖത്തൊക്കെ മുഖമൊക്കെ ആകെ വരണ്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്കിൻ കെയറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ പരീക്ഷിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ 11:15 തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ഇതല്ലാതെ എനിക്ക് മീഷോയുടെ വാങ്ങിച്ച കുറച്ചും ഡ്രസ്സുകളൊക്കെ കാണിച്ചിട്ട് ഒരു ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതേ സമയം ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഇത്ര ടൈം ആവുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ മീഷോ ഹോൾ എടുത്തു. വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അപ്പൊ മീഷോയിൽ ആ ഡ്രസ്സുകളൊക്കെ ഇനി മടക്കി വെക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഡ്രസ്സുകളൊക്കെ ആ മീഷോ ഹോൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പണി കഴിഞ്ഞിട്ട് ഞാൻ വരാം. ബൈ. ഫ്രണ്ട്സ്, ഞാൻ ഉമ്മേനെ ഹെൽപ്പ് ചെയ്യാണ്. പക്ഷെ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നതാണ്. ഇനി ഞാൻ നേരെ കളിക്കാൻ പോകും. നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് മാസ്ക് ഇടുന്നുണ്ട്. ഇത് ഞാൻ പുതിയ ഡെക്കറേറ്റ് ചെയ്തില്ല, അതിനുള്ള ഷോ കാണിച്ചതാണ്. കണ്ടല്ലേ, ഇതൊരു പഴയ ഒരു മാസ്ക്. അപ്പോൾ ഒരു പഴയ മാസ്കിൽ ഞാൻ ഓയിൽ പേസ്റ്റ് ഒക്കെ വെച്ച് അടിപൊളിയാക്കി. നിങ്ങൾ കണ്ടതുപോലെ ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്. ഇനിയിപ്പം ഈ ഒരു ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇനി എന്താണ് പറയാ, ഫോൺ നോക്കുക എന്നുള്ളതാണ്. ഇനി 1-2 മണിക്കൂർ ഫോൺ നോക്കലായിരിക്കും. കാരണം ഈ ഒരു 2 ആഴ്ചയായിട്ട് ഫുൾ എക്സാം ഒക്കെ ആയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു സമാധാനത്തോടെയുള്ള കിടന്നുള്ള ഫോൺ നോക്കൽ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇനി 2-3 1-2 മണിക്കൂർ നേരത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഡേ മൈ ലൈഫിൽ കാണാൻ പറ്റില്ല. എൻ്റെ ഫോൺ നോക്കലും എന്റർടൈൻമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി എനിക്കൊരു കാര്യം പറയാറുണ്ട്. എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഫ്രൈ പാനെ കുറിച്ച് ഇങ്ങനെ ഒരു ഛർദ്ദിക്കണ ഒരു ചിഹ്നം ഇട്ടിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ 2 പുതിയ ഫ്രൈ പാൻ ഉണ്ടായിരുന്നു. ഒന്ന് ഞങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്താണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ പാൻ എന്നൊക്കെ പറയുമ്പം അത് വീട്ടിലുള്ളവർ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും. അവരിങ്ങനെ അതിലൊരു എന്തൊരു പാത്രമാണെങ്കിലും അവർ ഫുഡ് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ അത് എത്ര പഴയതായാലും ആ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയവർക്ക് അവർക്ക് ആ ഒരു ടേസ്റ്റിന് ഉതകുന്നതായിട്ട് തോന്നുക. അത് അങ്ങനെയാണ്. അത് എൻ്റെ ഉമ്മയ്ക്ക് അതങ്ങനെ പല അമ്മമാർക്കൊക്കെ അത് ഉണ്ടാവും അങ്ങനെ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മളത് യൂസ് ചെയ്യാത്തത്, പുതിയത് ഇല്ലാത്തത് കൊണ്ടല്ല. അത് ഓരോരുത്തർക്ക് ഉതകുന്ന പാത്രമാണ് അവർ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ട് മാത്രം പറഞ്ഞാണ് കേട്ടോ. ഹായ്, ഞങ്ങൾ കുറേ നേരത്തെയാണല്ലേ പോയത്. എന്നിട്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഞങ്ങൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ കുറേ എൻ്റർടൈൻമെൻറ്റും ഫോൺ നോക്കലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഫോണും റീൽസൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയി. ഇപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ നല്ലൊരു അടിപൊളി ഒരു ഫൺ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻസ്റ്റ ഉണ്ട്, എൻ്റെ ഇൻസ്റ്റ ഇതുവരെ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ പോയി ചെക്ക് ചെയ്യാം. എന്താണ് പേര്? റെന 5 001. ഓക്കെ, അപ്പോൾ ശരി, ഞങ്ങൾ എന്തായാലും താഴോട്ട് പോട്ടെ. ബൈ. നിങ്ങൾ എന്തായാലും കാണുന്നു. ഇവിടെ ഞാനൊരു പ്രാതമായിട്ടുണ്ട്. ഇവിടെ ഒരാൾ പ്രാതാവാൻ നിൽക്കുന്നുണ്ട്. ഇതെവിടെ ഒരു പ്രാതം. എൻ്റെത് ഉണങ്ങിപ്പോയതാണ്. ഇത് വെച്ചാൽ നമ്മുടെ ഓട്സ് പൊടിയില്ല, ഓട്സ് പൊടി മിൽക്ക് നമ്മൾ തേച്ചിട്ട് ഇടുന്നതാണ്. ഇപ്പൊ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കുറച്ച് സ്ട്രെസ്സിലൊക്കെ നമ്മുടെ ഫേസ് ഒക്കെ ആകെ എന്തോ പോലെ ഇരിക്കായിരിക്കും, വരണ്ടൊക്കെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു സ്കിൻ കെയർ ചെയ്യാണ് ഇപ്പൊ ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് കാണില്ലേ കഴിയണ്ട. ഓട്സ് പൊടിച്ചതാണ്. ഓട്സ് പൊടിച്ചതും പിന്നെ ഓട്സ് പൊടിക്കാതെ പാലമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി തരട്ടെ. എൻ്റെ അമ്മ നോക്കൂ.
അങ്ങനെ ഞങ്ങൾ ഫേസ് ഒക്കെ കഴുകി ഞങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവസാനത്തെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഡിന്നറിൽ നിന്ന് പൂരയാണ്. അപ്പോൾ എക്സാം വെക്കേഷനൊക്കെ അല്ലേ, എക്സാം പറഞ്ഞപ്പോൾ വാല എക്സാമിനേ വരുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെ ട്രിപ്പിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നാളെ നാട്ടിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് ഇൻ മൈ ലൈഫ് സീൻസ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് എക്സാം കഴിഞ്ഞേ ഉള്ളൂ, പിന്നെ വെക്കേഷൻ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ ഇന്ന് നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ ഇന്ന് മെയിൻലി നമ്മുടെ ഫുൾ ഡേ ഷൂട്ടിങ്ങിനാണ് പോയത്. കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു എക്സാം ആയിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ, വേറെ കുറച്ച് ടൈപ്പ് വീഡിയോസൊക്കെ. അതൊക്കെ ഷൂട്ട് ചെയ്തിന്ന് തീർത്തു ഗൈസ്. സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഓക്കെ, എനിവേ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലൈൻ ഔട്ട് വന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സ്. ബൈ.